എല്ലാവർക്കും ഫാത്തിമ സിനിമ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ അലർജിയൊക്കെ ഒരുപാട് ആൾക്കുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നാടൻ തൊട്ട് ചികിത്സ എന്നൊക്കെ പറയില്ല, പക്ഷെ ഒരുപാട് ആൾക്ക് അതൊരു നല്ല മാറ്റമുണ്ട് എന്നാണ് കേട്ടത്. ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തൊരു ഒറ്റമൂലിയാണ്. അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് കളിത്തങ്ങ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെടിയായിട്ട് മിക്കത്തെ കാടുകളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ. അരയ്ക്കാൽ 5 മുക്കുറ്റിത്തേങ്ങാണ് വേണ്ടത്. പിന്നെ 5 ചെറുതായ അരച്ചിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അതുണ്ടോ നോക്കാം. ചെറുതാവിടെ ഇതാ. അപ്പോൾ അത് തിരയാണ് കേട്ടോ നമ്മള്. ഇതാണ് സാധനം. ഇത് 5 തെങ്ങാണ് നമുക്ക് വേണ്ടിയത്. ഇവിടെ ഇവിടെ ഉണ്ടോ നോക്കി. എല്ലാവരും വീട്ടുമുറ്റത്തും ഉണ്ടാകുന്ന ഒരു സംഭവം കേട്ടോ. അതാ ഈ 5 ഒന്നൊക്കെ കിട്ടിയല്ലോ. 5 എണ്ണം 5ൻ്റെ ഉണ്ട്, 4 എണ്ണം. അപ്പം മൊത്തം 5 മുക്കുറ്റിത്തേങ്ങാണ് കേട്ടോ നമ്മളെടുത്തത്. ഇനി 5 കുരുമുളകാണ് നമുക്ക് വേണ്ടത്. കുരുമുളക് ഉണക്കലായാലും ഇല്ല, ഞാൻ പച്ച ഉണക്കലും മതി കേട്ടോ. ഞാൻ എടുക്കുന്നത് നോക്കണ്ട, ഞാനിവിടെ പറിക്കാനുള്ളത് കൊണ്ട് പറിച്ചാണ്. പിന്നെ കുറ്റിക്കുരുമുളകൊക്കെ എല്ലാവരും ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ വലിയ മരത്തുമ്മൽ കയറ്റി വിട്ടിട്ടുള്ളതൊന്നും വേണ്ടല്ലോ. അതാ 5 കുരുമുളക്. ഹായ് ഇങ്ങോട്ട് 5 കുരുമുളക് കേട്ടോ. അതാ അതിനെ കാണുക, അത് ഒച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. വീഡിയോ എടുക്കാറുണ്ട്. വീഡിയോ എടുക്കാൻ മണ്ണുണ്ടാവും, അതൊക്കെ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇത് അരച്ചെടുക്കാന്ന് വെച്ചാൽ സമയത്താണ്. കുരുമുളക് നമ്മൾ ആദ്യം അരക്കുന്നില്ല, നമ്മൾ ഈ തെങ്ങാണ് വെള്ളത്തിലിട്ട കുരുമുളക് വെറുതെ ഇട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുക്കുക. നമുക്ക് വേഗം അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടോ. ഒതുക്കിയെടുക്കാണോ പറയൂലേ, അതാണ് കേട്ടോ സംഭവം. നല്ലോണം അങ്ങോട്ട് 1.5 അരക്കിലൊന്ന് അരച്ചെടുക്കട്ടോ. നല്ലോണം അരയണം. അത് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുകയാണല്ലോ. വേവിച്ചോ അല്ലെ വേറൊന്നും ആക്കിയൊന്നുമല്ല, അങ്ങനെ നല്ല ഉരുളകളാക്കി കഴിക്കുക ചെയ്യും. അപ്പോൾ പിന്നെ നല്ലോണം അരച്ചിട്ടെടുക്കട്ടോ. അപ്പോൾ അമ്മയൊന്നും എവിടെ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇത് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ നമുക്ക് ഈ കുറഞ്ഞ അളവ് മിക്സിയിലൊക്കെ അരച്ച് ഇങ്ങനെ ക്ലിയർ ആക്കി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ
ഇതന്നെ മുക്കുറ്റി ലേഹം ഉണ്ട് കേട്ടോ. നമ്മളും ചെയ്യലുണ്ട്, ലേഹം ഉണ്ടാക്കലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മുക്കുറ്റി കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നല്ലോണം അരച്ചെടുത്തു കേട്ടോ. അങ്ങനെയാണ് കഴിക്കുന്നതിനെ കൊണ്ട് നല്ലോണം അരച്ചെടുത്ത് ഇനി നമുക്കിതിലേക്ക് ഈ 5 കുരുമുളക് പൊട്ടിച്ച് അരച്ചു കൊടുക്കാം കേട്ടോ. അത് ഉണക്കലും മതി കേട്ടോ. ഞാൻ ഇവിടെ എടുത്ത് നോക്കണ്ട, ഞാൻ ഉള്ളതുകൊണ്ട് പച്ച ഉള്ളതുകൊണ്ട് പച്ച തന്നെ എടുത്തതാണ്. ഉണക്കലും മതി. അപ്പം ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഒരുമിച്ച് ഇതൊരു പാളക്കഷ്ണമൊക്കെ ഉണ്ടോ? പണ്ട് പാളക്കഷ്ണം കഴിച്ചിട്ടേനു. അച്ചു കണ്ടോ അങ്ങനെ അരക്കില്ല. ഓക്കെ, ഒരു മാല ജലം പൊട്ടിച്ച ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണായിട്ടാണ് എടുത്താൽ മതി. ഞാൻ സ്പൂൺ എടുത്തിട്ടില്ലാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് മാവിൻ്റെ എല്ലാം എടുത്തതാണ്. അപ്പം ഇതാണ് നമ്മളെ മരുന്ന്. ഇത് രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ കഴിക്കേണ്ടത്. 41 ദിവസം വെറും വയറ്റിലാണിത് കഴിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ കഴിച്ചു നോക്കി. ഒരുപാട് അലർജി സംബന്ധമായ രോഗങ്ങൾ മാറിയെന്ന് ഞാൻ കേട്ട്. അപ്പോൾ ഇത് ഞാനുണ്ടാക്കിയതൊന്നല്ല, ഒരു ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. വീട്ടിൽ സാധനം ഉള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ കുടുംബത്തിനെ പെടുത്തേട്ടോ.